കാന്തപുരം മുസ്ലിയാർ തന്നെ പറയുന്ന ഒരു കാര്യം കേൾക്കുക. ഒന്ന് പറയാമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സെനത് ഇങ്ങനെ ടെലിഫോണിലൂടെ വിതരണം ചെയ്യുന്ന ഒരു സാധനം അല്ല. സെനത് എന്ന് പറഞ്ഞാൽ പരമ്പര. പരമ്പര ഉള്ളത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. സെനത് എന്ന് പറഞ്ഞാൽ പരമ്പര. പരമ്പര ഉള്ളത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. കേട്ടല്ലോ, പരമ്പര ഉള്ളത് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അയാൾ കുടുങ്ങിയിട്ട് പറയാണ്, പറയല്ല നിർവാഹമല്ല. ഇതേ കാര്യം 2009 ജൂലൈ സെൻസിങ്ങിന്റെ 19ാമത്തെ പേജിൽ മുടിയുമായി ബന്ധപ്പെട്ട ചർച്ച. ആ ചർച്ചയിൽ ഇയാൾക്ക് ലഭിച്ച ഷഹറമുറ മുബാറക്ക് അത് എവിടുന്നാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് കൈമാറിയ, അവിടുന്ന് പത്നിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയ്ക്ക് കൈമാറിയ ആ മുടിയിലേക്ക് എത്തുന്ന സനദാണത്രേ ഈ ചീഞ്ഞളിഞ്ഞ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ജാലിയൻ വാല എടുത്തു കൊടുത്ത മുടി. ആലോചിക്കണം, എത്രമാത്രം ഗൗരവമുണ്ട്. യാതൊരു മടിയുമില്ലാതെ വാമൊഴിയായും വരമൊഴിയായും അയാൾ പറഞ്ഞ ഒരു കാര്യമാണ്. അവിടെയാണ് നമ്മൾ ചോദിച്ചത്, സ്വഹാബത്തിൽ നിന്ന് താബിയുകൾ വഴി അത് വന്നതായി നമുക്ക് എവിടെയും സ്ഥിരപ്പെട്ട് കിട്ടിയിട്ടില്ല. അഹ്ലുസുന്ന വൽ ജമാഅയുടെ പ്രഗത്ഭരായ തങ്കപ്പെട്ട പണ്ഡിതന്മാർ അവർക്ക് ലഭിച്ചിട്ടില്ല. ലോകത്ത് ഷിയാക്കളും സൂഫികളും ബറേൽവികളും ആചരിച്ചു പോന്ന ഒരു കാര്യം അവരെ പിൻപറ്റി പോരുന്ന ഈ മുസ്ലിയാർക്ക് ലഭിച്ചപ്പോ ആ കാലത്ത് കൃത്യമായി നമ്മൾ ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, സനദില്ലാതെ ഒന്നും നമ്മൾ എടുക്കൂല. അയാളെ ന്യായീകരിക്കാൻ സജീവമായി അന്നുണ്ടായിരുന്ന ശിഷ്യനാണ് പേരോട് മുസ്ലിയാർ. പേരോടും പറയുന്നു, സനദില്ലാതെ ഒന്നും സ്വീകരിക്കൂല. കേൾക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേരം നിസ്കരിച്ചു എന്നതിന് തെളിവില്ലെന്ന് ചേകനൂര് പറഞ്ഞപ്പോ നമ്മൾ തെളിവ് പറഞ്ഞത് ബുഖാരിയിലെ സനദുള്ള ഹദീസാണ്. സനദ് കൊണ്ടല്ലേ കാര്യം സ്ഥിരപ്പെടുത്താറുള്ളത്. സനദ് കൊണ്ടല്ലേ കാര്യം സ്ഥിരപ്പെടുത്താറുള്ളത്. അപ്പൊ സനദ് കൊണ്ടാണ് കാര്യം സ്ഥിരപ്പെടുത്തുക. കാരണം നിസ്കരിച്ചു എന്ന് കേട്ടാൽ അത് സനദിലൂടെ കിട്ടിയതാണ്. അപ്പൊ നമ്മുടെ ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. പുരോഹിതന്മാർ അസ്വസ്ഥരാകേണ്ട ആവശ്യമില്ല, അതിൽ ബേജാറാകേണ്ട ആവശ്യമില്ല. നമ്മുടെ ചോദ്യം മർമ്മമായിരുന്നു, സനദ് എവിടെയാണ്?